DPDP 2023 എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമാണ്. എന്താണ് ഈ DPDP എന്ന് പറയുന്നത്? ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളതാണ് DPDP. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ വിവരങ്ങളെല്ലാം, പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങളെല്ലാം പല ഏജൻസികൾക്കും നമ്മൾ കൊടുത്തു പോകും. ഗവൺമെൻറ്റൽ ഏജൻസികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ല നമ്മളെങ്ങും പ്രൈവറ്റായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയല്ല. പിന്നെ ഇത് കൂടാതെ പലപ്പോഴും വന്ന ആളുകൾ വന്നിട്ട് ആളുകളെ കബളിപ്പിച്ചിട്ട് ഞങ്ങൾ മറ്റിടത്തുനിന്ന് വന്നതാണ്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങളെ അയച്ചേക്കുക, അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് അയച്ചേക്കുക, അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അയച്ചേക്കുക, ഇന്ന വിവരങ്ങളൊക്കെ വേണം എന്നും പറഞ്ഞ് ഇവിടെ ആർക്കൊക്കെ സുഖമുണ്ട്, എല്ലാവർക്കും എല്ലാ പല്ലുമുണ്ടോ കേട്ടോ, കണ്ണുണ്ടോ, കണ്ണ് കാണാത്തവരുണ്ടോ, ചെവി കേൾക്കാത്തവരുണ്ടോ, മുഴുവൻ വിവരങ്ങളും നമ്മളുടെ അടുത്ത് നിന്ന് ഇതുപോലെ ചോദിച്ചുകൊണ്ട് പോകും. വിവരം ഉള്ളവരാണെങ്കിൽ ഉണ്ടല്ലോ, പോയി പണി നോക്കാൻ പറയും. ഇത് ചോദിക്കുമ്പോൾ കൊടുക്കത്തില്ല. പക്ഷേ ഗവൺമെൻറ്റൽ ഏജൻസി കൊടുക്കാൻ ചോദിക്കും, നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ ആധാർ കാർഡ് എടുക്കണം. നമ്മുടെ ഈ ആധാറിലെ വിവരങ്ങളെല്ലാം ഈ ഗവൺമെൻറ്റൽ ഏജൻസിക്ക് കിട്ടും. ഇത് പ്രൈവറ്റ് ഏജൻസികൾ വഴി ഈ അക്ഷയ സെൻറ്റർ എന്നൊക്കെ പറയുന്ന ഓരോരുത്തർ നടത്തുന്ന ഏജൻസികളാണ്. ആ ഏജൻസി ഓരോരുത്തർക്ക് കൊടുത്തേക്കാണ്. അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഈ ഡേറ്റയിൽ ആക്സസ് ഉണ്ട്. അപ്പം നമ്മളിത് കൊടുക്കുന്നത്, ഇപ്പോൾ ആധാർ കാർഡിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, അത് ആധാർ കാർഡിന് വേണ്ടി അല്ലാതെ വേറൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല. ആധാർ കാർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് പലപ്പോഴും ഇത് അടിച്ചു നോക്കി. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ടിലെ വിവരങ്ങൾ നമ്മൾ വിദേശത്തൊക്കെ ഇപ്പോൾ പോകുമ്പോൾ നമ്മൾ നോക്കിക്കൊള്ളണം. നമുക്ക് ഇമിഗ്രേഷനിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പാസ്പോർട്ട് അവരൊന്ന് സ്കാൻ ചെയ്യും. ചെയ്യുന്ന ഉടനെ ചെറിയ സ്കാനറിൽ ചെയ്യുന്ന ഉടനെ അവർക്ക് അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മുടെ കംപ്ലീറ്റ് വിവരങ്ങളെല്ലാം തെളിഞ്ഞു വരും. നമ്മൾ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട്, എന്തൊക്കെയാണ്, നമുക്ക് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കേസുണ്ടോ, വഴക്കുണ്ടോ, ഇതെല്ലാം അവിടെ അവർക്ക് കിട്ടും. പക്ഷേ ഈ വിവരങ്ങളെടുത്ത് മറിച്ച് വല്ലവർക്കും കൊടുക്കാൻ പോയാലോ വലിയ ഒഫൻസാണ്. അത് DPDP ആക്ടിൻ്റെ യഥാർത്ഥത്തിൽ അതിനകത്ത് വരുന്ന ഒഫൻസുകളുടെ കൂട്ടത്തിൽ വരും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം അത് കണ്ട് സത്യത്തിൽ മടുത്തു പോയി. മുഖ്യമന്ത്രി, നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ഈ പടം ഇങ്ങനെ കാണിക്കരുത്, വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ TV തുറക്കാൻ വയ്യ, എപ്പോഴും ഇതേ ഉള്ളൂ, നവകേരളം ഒന്നും പറഞ്ഞ്. ഇപ്പം പിന്നെ നിങ്ങൾക്ക് പകരമായിട്ട് വേറൊരാളെ കാണിക്കുന്നുണ്ട്, ഒരു യന്ത്രൻ രൂപം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സിനിമ കാണാനിരുന്നാൽ, ഇന്നലെ ഇപ്പം തന്നെ ഞാൻ ഈ TV ഒന്ന് വെച്ചൊരു, എന്നാൽ കുറച്ച് സമയമുണ്ട് ഉറങ്ങുന്ന, ഒരു സിനിമ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഞാൻ നോക്കിപ്പോകും. ഇതിനകത്ത് മുഴുവൻ ഈ യന്ത്രനെയാണ് കാണുന്നത്. അതും എത്രയാണെന്നറിയാമോ? ഒരു 3 പരസ്യം വീതം 3 ഖണ്ഡങ്ങളായിട്ട് കാണും. അതിൽ അവസാനത്തെ ആണെങ്കിൽ 28 സെക്കൻഡ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. വലിയ ബുദ്ധിമുട്ടായത് കേട്ടോ. കടപ്പുറത്തൂടെ 2-3 പേര് നടക്കുന്നു, ഉടനെ യന്ത്രൻ അവിടെ വരുന്നു, നവകേരളം, ഇങ്ങനെ ഉയർന്നു പോവാ കേരളം. ഈ ഉയർന്നു പോയി എവിടെങ്കിലും ഒന്ന് പിടിച്ചോണം, കാരണം നമ്മൾ ഈ ഉയർന്ന് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ആ രീതിയിലായിട്ടുണ്ട് കാര്യം. ഏതായാലും ഈ മുഖ്യമന്ത്രി അയക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സ്പാർക്ക് ഇതിനകത്ത് വേണം ശമ്പളം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്പാർക്കിൽ, എൻ്റെതും പണ്ട് സ്പാർക്കിലുണ്ട്, ഞാൻ ജില്ലാ ആയിരുന്നപ്പോൾ. അത് കഴിഞ്ഞാണല്ലോ എൻ്റെ സിസ്റ്റം മാറുന്നത്. അപ്പോൾ ഈ സ്പാർക്കിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് വേണം. അതിനകത്ത് എല്ലാ ഡേറ്റയും എൻട്രി വേണം, അതെല്ലാം വരും, സ്പാർക്കിൽ വരും. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും എല്ലാം ഡേറ്റ ഈ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് ഉപയോഗിക്കാവുന്നത് ആർക്കാണ്, എന്തിനാണ് ഉപയോഗിക്കാവുന്നത്? അത് ആ എംപ്ലോയ്മെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയും ഈ പെൻഷൻ കൊടുക്കുന്ന പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നുള്ളതല്ലാതെ വേറെ കള്ളത്തരത്തിന് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. ഇതെന്തോന്നറിയാം, രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇപ്പോൾ നമ്മുടെ ഈ ഡേറ്റ എടുത്ത് കച്ചവടം നടത്തുകയാണ്. ഇത് മുഖ്യമന്ത്രിക്ക് എങ്ങനെ കിട്ടും ഈ ഡേറ്റ? അപ്പോൾ നമ്മുടെ IT വകുപ്പ്, ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ടെന്നാണ്. ഉണ്ടെങ്കിൽ അത് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് മുഖ്യമന്ത്രിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ ചിരിക്കുന്ന മോന്തയുണ്ടല്ലോ, അത് കാണിക്കാനാണ് ഈ ഡേറ്റ മുഴുവൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്താ, എല്ലാം ഉണ്ട്. എനിക്കിവിടെ 2 സ്റ്റാഫുണ്ട്, ശമ്പളം കൊടുത്ത് ഞാൻ നിർത്തിയേക്കുന്നവരാണ്. ഒരു ഡ്രൈവർ, അയാൾക്ക് ആണെന്നുണ്ടെങ്കിൽ അയാൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വരണം. സുഹൃത്തെ, അയാളുടെ പേരും വിളിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ സുഹൃത്തായി, കാരണം ഇങ്ങനെ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, പേരെടുത്ത് വിളിക്കുകയല്ലേ, വിളിക്കുമ്പോൾ അത് വലിയ ഇഷ്ടം വരും ഇവർക്ക് കേട്ടോ.
അങ്ങ് തോന്നും. പക്ഷെ തോന്നല അത്. ഇപ്പോൾ ആൾക്ക് കള്ളത്തരം മനസ്സിലായി. ഇത് പരസ്യം, പത്രത്തിലങ്ങ് പരസ്യം, ടി വി തുറന്നു കഴിഞ്ഞാൽ എല്ലാം പരസ്യം. അത് എന്ത് വികലമായ പരസ്യമാണെന്നറിയാമോ വരുന്നത്. അതുപോലെ മറ്റേ സ്റ്റാഫിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയാണ്, ഒരു അതാണ് അതിൻ്റെ പേരും വിളിച്ചുകൊണ്ട് ഭർത്താവ് മരിച്ചുപോയതാണ്. അപ്പോൾ അതിൻ്റെ പേരും വിളിച്ചുകൊണ്ട് വിധവാ പെൻഷൻ ഞങ്ങൾ 1200 എന്നുള്ളത് 2000 ആക്കിയിട്ടുണ്ട്, കിട്ടുമല്ലോ, ഇനിയും ഞങ്ങൾ കൂടെ തന്നെ കാണും എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ വിടാനുള്ള ലക്ഷണമല്ല. ഇയാൾ കൂടെ തന്നെ കാണുമെന്നാണ്. ഇനി എത്ര നാളിങ്ങനെ കാണും എന്നുള്ളത്. ഇത് ഇനിയിപ്പോൾ വല്ല അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പൈസ ഇടേണ്ട ഗതികേടിൽ ഇരിക്കുക ഇതൊന്ന് തീർക്കാൻ. കാരണം എങ്ങനെയെങ്കിലും ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഇവിടെ വന്ന് കണ്ടിട്ട് അയാൾക്ക് ഇവിടെ വന്ന് കണ്ടു ഒന്നും പുളുത്താനില്ല ഇവിടെ, പക്ഷേ ഇവിടെ വന്ന് കാണണം. കാരണം എല്ലാ സ്റ്റേറ്റിലും കറങ്ങിയൊക്കെ നടക്കണ്ടേ അവന്മാർക്ക്. അങ്ങനെ വേണമല്ലോ, സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് ഇങ്ങനെ നടക്കാം, വളരെ നല്ലതായിട്ട് ആഹാരവും ചാപ്പാടും ഒക്കെ കഴിച്ച് ഫ്രീ ആയിട്ട് ഇതിനകത്തെല്ലാം കയറിപ്പാം. അപ്പോൾ ഇവിടെ വരേണ്ട കാര്യം അവിടെ ഇരുന്ന് ഇലക്ഷൻ അങ്ങ് ഡിക്ലെയർ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ ശല്യത്തിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. ഏറ്റവും വലിയ സങ്കടം നമ്മളെ ഈ ആക്ഷേപിച്ചുള്ള ഒരു ചിരിയുണ്ടല്ലോ, അതാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്നത്. ആ ചിരി, അതായത് നിന്നെയൊക്കെ ഞാൻ ശരിയാക്കി വെച്ചേക്കാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിരി. ആ ചിരി കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്ത് ബുദ്ധിമുട്ടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അത് ശല്യമാണ്. എനിക്കിഷ്ടമില്ലാത്ത സാധനം ഞാൻ കാണണ്ടേ? അത് നമ്മുടെ പ്രൈവസിയിലുള്ള ഇൻട്രൂഷനാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. പ്രൈവസിയിലേക്ക് കടന്നുകയറ്റമാണ്. എന്താണ് ഈ പ്രൈവസിയുടെ പ്രത്യേകത? ഉടനെ ആളുകൾ വിചാരിക്കും നമുക്ക് എന്തോന്ന് പ്രൈവസി. അത് വിവരമില്ലാത്തവരാണ് ആ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനം ഞാൻ കാണണം. അത് ഇൻട്രൂഷനാണ്, എൻ്റെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ്, എൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അപ്പോൾ അതെന്താ ഒഫൻസാണോ? അത് മൗലികാവകാശമാണ്. ആദ്യം മൗലികാവകാശങ്ങൾ തിട്ടപ്പെടുത്തിയപ്പോൾ അപ്പോൾ ഇത് ആ ഭരണഘടന ചമയ്ക്കുന്ന സമിതി, അവർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള സമിതിയിൽ വന്നപ്പോൾ അതിലെ പ്രൈവസി മൗലികാവകാശമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം, അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കണം എന്നുള്ള വന്നപ്പോൾ, ഒരു കാഴ്ചപ്പാട് വന്നപ്പോൾ, അത് ചർച്ച വന്നപ്പം കുറേ പേര് അതിനെ എതിർത്തു. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ കാരണം ഈ പ്രൈവസി അങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭരണത്തിന് തന്നെ കുഴപ്പം വരും. അതായത് ഗവൺമെൻറ്റിന് വലിയ ബുദ്ധിമുട്ട് വരും, ഭരണത്തിൽ അഡ്മിനിസ്ട്രേഷനിൽ വലിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് അവർ ഉൾപ്പെടുത്തില്ല. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ആർട്ടിക്കിൾ 21 ഉണ്ടല്ലോ, റൈറ്റ് ടു ലൈഫ്, ആ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നതിനകത്ത് ഇന്ന് ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും ഉൾപ്പെടും. അതിനകത്ത് ഇല്ലാത്ത അവകാശങ്ങളില്ല. നമ്മുടെ ഒരു മനുഷ്യൻ്റെ എല്ലാ അവകാശങ്ങളും, അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അതിനകത്ത് വരും. എൻ്റെ പ്രൈവസി എന്ന് പറയുന്നത് എൻ്റെ അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള എൻ്റെ ഇതാണ്. ഇവിടെ കോവിഡ് വന്നപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് താണ്ട് ഈ ആശാ വർക്കർമാരെ അയച്ചല്ലോ. ആശാ വർക്കർമാർ ഓരോ സ്ഥലത്ത് പോയും ഡേറ്റ കളക്ട് ചെയ്ത് ആർക്കൊക്കെ കോവിഡ് വന്നു, ആർക്കൊക്കെ വന്നില്ല, ആർക്കൊക്കെ എന്തൊക്കെയുണ്ട്, വേറെ വല്ല അസുഖങ്ങളുണ്ടോ, ഇതെല്ലാം ചോദിച്ചുകൊണ്ട് പോയി. ഈ വിവരങ്ങളെല്ലാമാണ് അവസാനം സ്പ്രിംഗ്ലർക്ക് ഇതുപോലെ വിറ്റ് പൈസയാക്കിയത്, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയത്. അതിൻ്റെ ആരോപണമൊക്കെ വന്നിട്ട് അവസാനം അത് തേഞ്ഞു മാഞ്ഞങ്ങ് പോയതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. രമേശ് ചെന്നിത്തല കുറേ കഷ്ടപ്പെട്ടത് തന്നെ കാര്യം, അല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഇതാ ആ അഴിമതി ഉണ്ടല്ലോ, ആ അഴിമതിയുടെ അപ്പുറത്തെ അഴിമതിയാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. ഇപ്പോൾ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇതുപോലെ ചിരിക്കുന്ന മുഖം വെച്ചുകൊണ്ട് ഞങ്ങളുടെ DA മൊത്തം കൊടുത്തു തീർത്തു, മറ്റേ ഇനി ഒരു DA കുടിശ്ശികയില്ല, ഇനി മറ്റേതുണ്ട്, ഞങ്ങൾ ഇനി ശമ്പള കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇനിയും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇതുപോലെ എന്നും കാണും എന്ന് സഹിച്ചു എല്ലാവരും, ഈ വായിക്കുന്നവന്മാരൊക്കെ. ഇനി അതുകൂടാതെ പെൻഷൻകാർക്ക് അവർക്ക് കാശ് കിട്ടിയാലല്ല പെൻഷൻ കൊടുത്താലല്ല പറ്റുള്ളൂ. ഇനി ആ പെൻഷൻ അതിനും ഇതേപോലുള്ള പണം അയക്കുക. അവർക്ക് അയക്കുന്നത് പോട്ടെ, ബാക്കി പൊതുജനങ്ങൾക്ക് ഇതേപോലെ അയക്കേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ സർക്കാർ ചിലവല്ലേ ഈ അയക്കുന്നേ, അല്ലാതെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും പൈസയൊന്നും അല്ലല്ലോ ഇതിന് ചിലവാക്കുന്നത്. ഇത് ജനങ്ങളുടെ നികുതി പണം എടുത്തല്ലേ ഇതിന് പെരുമാറുന്നത്. അത് വളരെ വലിയ അഴിമതിയാണ്, വൻ അഴിമതിയാണ്. മാത്രം ഒരു മുൻ മന്ത്രി ഇരുന്ന് പറയുന്നത് എനിക്ക് ഒരു ക്ലിപ്പ് ഒരാൾ അയച്ചെന്ന്, അത് കണ്ട് ചിരിച്ചുപോയി. ആ മന്ത്രി
മന്ത്രിയുടെ അടുത്ത് ആരാണ്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്തിനാ ഈ ഇലക്ഷൻ്റെ വർക്കിന് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, പോയി ഒരു വീട്ടിലോട്ട് ചെന്നപ്പോൾ അവിടെ 3 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ കഴിയുന്നു? ഞങ്ങൾക്ക് ജനിക്കാതെ പോയ ഒരു പുത്രൻ ഞങ്ങൾ നോക്കിക്കൊള്ളും. അങ്ങനെ ഒരു പുത്രനുണ്ടോ? അതാരാ അത്? നമ്മുടെ മുഖ്യമന്ത്രി. ഇതുപോലുള്ള മൊണ്ണകളാണല്ലോ മന്ത്രിയായതെന്ന് ഞാൻ ആലോചിക്കുക. കഷ്ടമാണ്. ഈ ബുദ്ധൂസുകളെയൊക്കെ നമ്മൾ സഹിക്കേണ്ട ഗതികേട് വരുന്നില്ലേ? ഇത് ചിരിക്കാതിരിക്കാൻ എന്ത് ചെയ്യും? ഞാൻ രാവിലെ ഒരുപാട് ചിരിച്ചിത് കണ്ടിട്ട്. അപ്പോൾ ഇത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ഏതായാലും പലർക്കും ഇത് കിട്ടിക്കാണും. ഇത് പറഞ്ഞാണ്, ഈ ജനിക്കാതെ പോയ പുത്രനുണ്ടല്ലോ, ഇതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ, ജനിക്കാതെ പോയ മകൻ ഇതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ വളരെ സൗകര്യം. ഇനി ഇത് മാത്രമല്ല, ഇനി നമുക്ക് വേറെ പരസ്യം ഉടനടി കാണാൻ പറ്റും. ഞാനത് ഇച്ചിരി ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാമെന്നും തോന്നരുത് ആർക്കും. ഒരു ബാലൻ അവിടെ ഇരിക്കുക, അച്ഛനും അമ്മയും ഇല്ല, വേറെ ബന്ധുക്കൾ ഇല്ല. ആരാ നോക്കുന്നത്? എൻ്റെ വകയിലെ ഒരച്ഛനാ എന്ന് പറയും. അവസാനം അതാരാന്ന് ചോദിക്കും. അപ്പോൾ അവൻ അതിനൊരു മറുപടി പറയുന്നുണ്ട്, പരസ്യം കൂടെ ഇനി വരാനുള്ളൂ. വകയിലെ ഒരച്ഛൻ, ജനിക്കാതെ പോയ മകൻ, ജനിക്കാതെ പോയ സഹോദരൻ. ഈ സഹോദരൻ കാരണം ഇപ്പോൾ ഏതായാലും ഉണ്ടല്ലോ, ഇപ്പോൾ മാധ്യമങ്ങളെ വളരെ അത്യാവശ്യമാണ്. മോഹൻലാലിനെ വെച്ച് എടുത്തിട്ടുണ്ടൊരു നാടകം, ഇനി അതും നമ്മൾ കാണണം. അത് ഈ മാധ്യമങ്ങളുണ്ട്, അവന്മാർ മുഴുവൻ ഇത് നമ്മളെ കാണിക്കും. അതും സഹിക്കണ്ടേ? ഇനി ടി വി തുറക്കാൻ പറ്റത്തില്ല, ഇപ്പോൾ ആ രീതിയിലായി, എടുക്കാൻ ഒക്കത്തില്ല. ഇനി ഇതൊന്ന് കഴിയണം, ഈ നാശം. ആ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും വന്നിട്ട് പോയി എങ്ങനെയെങ്കിലും വരാതിരുന്നാലും അയാൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഇലക്ഷൻ ഒന്ന് ഡിക്ലെയർ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷയില്ല, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഏതായാലും സഹിച്ചേ പറ്റുള്ളൂ. ഇനി ഇതുപോലുള്ള ഒരുപാട് നാടകങ്ങൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി അത് മനസ്സിലാക്കണം. മുഖ്യമന്ത്രിക്ക് അഡ്വൈസ് കൊടുത്തത് ആരായാലും വിവരമില്ലാത്തവന്മാരാണ് ഈ കാര്യത്തിൽ അഡ്വൈസ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഡേറ്റ പ്രൊട്ടക്ഷൻ, അതായത് നമ്മളെ ഡി പി എന്ന് പറയുന്ന നിയമത്തിൻ്റെ ലംഘനമാണ് ഈ കാണുന്നത്. റൈറ്റ് ടു ലൈഫിലേക്ക് അത് ഹനിച്ചതാണ്. പുട്ടസ്വാമി കേസിലെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധി, എതിരാണ് ഇത് മുഴുവൻ. ഇത് റൈറ്റ് ടു പ്രൈവസി, എൻ്റെ പ്രൈവസി എൻ്റെതാണ്, അത് ഓരോരുത്തർക്കും അതാണ്. ഇത് ആർക്കൊക്കെ ഇവിടെ സൂക്കേട് ഉണ്ട്, കുന്തംകുട, ഇതൊക്കെ മുഴുവൻ അറിയാവുന്നെങ്കിൽ ഇതെടുത്ത് വെച്ച് വിളമ്പരുത്, ഇത് വിൽക്കാൻ പോകരുത്. ഇത് കച്ചവടം അടിച്ചതിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നത്. വോട്ട് പിടിക്കാൻ ഉപയോഗിക്കുകയാണ്, തെറ്റാണ്. ഇതേ അവസ്ഥ, അതായത് ഇതേ അവകാശം അങ്ങനെ ആണെങ്കിൽ എതിർഭാഗത്തുകൊണ്ട് കൊടുക്കണ്ടേ? എന്നല്ല പ്രയോജനമുള്ളൂ, ബാലൻസിങ് ആവണ്ടേ? ഇത് മുഴുവൻ തെറ്റാണ്. ഭരണത്തിൽ കയറി ഇരുന്നുകൊണ്ട് ഈ ആളുകളെ കൊഞ്ഞനം കാണിക്കുകയാണ്, അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്.